കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വിദേശ പൗരന്മാർക്ക് നൽകിയ 1.75 ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വിസ വ്യവസ്ഥകൾ ലംഘിച്ചവർ, കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, US പൗരന്മാർക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തവർ, അമേരിക്കക്കാരെ വഞ്ചിച്ചവർ, കുടിയേറ്റ സംവിധാനം ദുരുപയോഗം ചെയ്തവർ, ദേശീയ സുരക്ഷാ അപകടങ്ങൾ സൃഷ്ടിച്ചവർ എന്നിവരെയാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിയമപാലകരുമായുള്ള ഏറ്റുമുട്ടലുകളെ തുടർന്നാണ് മിക്ക വിസ റദ്ദാക്കലുകളും ഉണ്ടായതെന്നും ആക്രമണം, മദ്യപിച്ച് വാഹനമോടിക്കൽ, മോഷണം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ടവർ, തട്ടിക്കൊണ്ടുപോകലും മനുഷ്യക്കടത്തും നടപ്പിലാക്കിയവർ, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വസ്തുക്കൾ കൈവശം വെച്ചവർ തുടങ്ങി നിരവധി ഗുരുതരമായ കേസുകളും വകുപ്പ് ഇതിനായി നിരത്തിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് US പൗരത്വം ലഭിക്കുന്നതിനായി, പ്രസവിക്കുന്നതിനായി മാത്രം US-ലേക്ക് യാത്ര ചെയ്ത ജനന ടൂറിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ 100-ലധികം വിസകൾ വടക്കേ ആഫ്രിക്കയിലെ US എംബസി റദ്ദാക്കിയിട്ടുണ്ട്. യാഥാസ്ഥിതിക പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകം ആഘോഷിച്ച നിരവധി വിദേശികളുടെ വിസകളും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയ പട്ടികയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ജനുവരിയിൽ 1 ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതിൽ നിന്ന് കുത്തനെയുള്ള വർധനവാണ് ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടപ്പിലാക്കുന്ന വ്യാപകമായ കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമാണിത്. അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെ വിപുലമായ പരിശോധനകൾ ഉൾപ്പെടെ വിസ പരിശോധനകൾ ഭരണകൂടം കർശനമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ വർദ്ധിച്ച സ്ക്രീനിംഗ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭീഷണി ആകുമെന്നും കുടിയേറ്റക്കാരെ കൂടുതൽ നിരീക്ഷിക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നതിനും കാരണമാകുമെന്നും വാദിച്ചുകൊണ്ട് മനുഷ്യാവകാശ വക്താക്കളും വിദഗ്ധരും ഈ നടപടികളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്.